കുറച്ചു നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു സജീവ ചർച്ചയുണ്ടായിരുന്നു. കോൺഗ്രസ് പുനഃസംഘടന അവസാനം ഹൈക്കമാൻഡ് പറഞ്ഞു പരസ്യ പ്രസ്താവന പാടില്ല, ഹൈക്കമാൻഡ് തീരുമാനിക്കും പുനഃസംഘടന വേണമോ വേണ്ടയോ എന്ന്. കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറും എന്ന് അന്ന് തന്നെ വാർത്തകൾ പറഞ്ഞിരുന്നു. എന്നാൽ കെ സുധാകരൻ അതിനോട് യോജിച്ചില്ല. KPCC പ്രസിഡന്റായി താൻ തുടരും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്തു. KPCC പ്രസിഡന്റാകാനുള്ള ചിലരുടെ നീക്കങ്ങളൊക്കെ അപ്പോൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശം അതോടുകൂടി എല്ലാവരും ഒന്ന് അടങ്ങുകയും പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ പുനഃസംഘടന സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറുമോ ഇല്ലയോ എന്ന കാര്യം കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനിക്കും. കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ് ഗുജറാത്തിൽ. അതിനു മുന്നോടിയായി പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട്. പ്രവർത്തക സമിതി യോഗം ഇന്ത്യയിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ DCCയെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ DCCകൾ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഒരു ബൃഹത് പദ്ധതി തന്നെ കോൺഗ്രസ് സമ്മേളനം അംഗീകരിക്കും. അതും പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 10 DCC എങ്കിലും പുനഃസംഘടിപ്പിക്കപ്പെടും. 10 DCC പ്രസിഡന്റുമാർ മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. DCCകളെ പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എങ്ങനെ നടക്കും എന്നത് മറ്റൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ആരുടെ മേധാവിത്വമായിരിക്കും DCCകളിൽ ഉണ്ടാകുക എന്നതേ അറിയാനുള്ളൂ. അത് ഉറപ്പിച്ചു പറയാം, KC വേണുഗോപാലിന്റെ മേധാവിത്വമായിരിക്കും. പക്ഷേ VD സതീശനും തന്റെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തും. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെ നേതാക്കൾ തമ്മിലുള്ള ഒരു കൂട്ട അടിയായി അത് മാറുമോ എന്ന സംശയമുണ്ട്. എന്നിരുന്നാലും DCCയെ പുനഃസംഘടിപ്പിച്ചേ തീരൂ എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കമാൻഡ്. അതനുസരിച്ച് കേരളത്തിൽ 10 DCC പ്രസിഡന്റുമാരാണ് മാറാൻ പോകുന്നത്. പകരം ആര് വരും, ഏതൊക്കെയാകും ആ 10 ജില്ലകൾ എന്നത് സംബന്ധിച്ച് പ്രവർത്തക സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് സമ്മേളനം അംഗീകരിച്ചാൽ അതിന് വിശദാംശങ്ങൾ പുറത്തു വരും. അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് കേരളത്തെ സംബന്ധിച്ച്. കേരളത്തിൽ കെ സുധാകരൻ KPCC പ്രസിഡന്റ് മാറുമോ എന്ന കാര്യത്തിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ മാറുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പകരം ആര് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് പ്രവർത്തക സമിതി നടത്തുക. പലരും KPCC പ്രസിഡന്റാകാൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ അടൂർ പ്രകാശ് ഉണ്ട്, ആന്റണി ഉണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ ഉണ്ട്. ഈ 4 പേരുകളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അടൂർ പ്രകാശ് പറയുന്നത് ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാൾ വരണം KPCC പ്രസിഡന്റായി, അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റ് ആക്കണം എന്നാണ് അടൂർ പ്രകാശിന്റെ വാദം. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഇതുവരെയും KPCC പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എന്നെ KPCC പ്രസിഡന്റ് ആക്കണം എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് വാദിക്കുന്നത്. എന്നാൽ ഈ 2 പേരുകളും മാറ്റിവെക്കുകയും അവസാനം ചെന്നെത്തി നിൽക്കുന്നത് ബെന്നി ബെഹനാനിലും അതോടൊപ്പം തന്നെ ആന്റണിയിലുമാണ്. ബെന്നി ബെഹനാനും ആന്റണിയും ക്രൈസ്തവ സഭയിൽ നിന്ന് വരുന്ന 2 നേതാക്കളാണ്. ക്രൈസ്തവ സഭ എപ്പോഴും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച സഭയാണ്. കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും. വടക്കൻ കേരളത്തിൽ സമസ്ത എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ശക്തി പകരുന്നത്, അതുപോലെയാണ് ക്രൈസ്തവ സഭകൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കോൺഗ്രസിന് ശക്തി പകരുന്നത്. എന്നാൽ അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്ന് ക്രൈസ്തവ സഭകൾ അകന്നകന്നു പോവുകയും BJPയിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന കാഴ്ച നാം കണ്ടതാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ അതിൽ നിന്നും പിൻവാങ്ങാൻ ക്രൈസ്തവ സഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം വഖഫ് ബില്ലിന് പിന്നാലെ ഇതാ ചർച്ച് ബില്ലും വരാൻ പോകുന്നു എന്ന് RSS നേതൃത്വം വ്യക്തമാക്കിയതോടുകൂടിയാണ് ഇപ്പോൾ മെല്ലെ മെല്ലെ BJPയിൽ നിന്ന് BJPയോട് ഉണ്ടാക്കിയ അടുപ്പം മെല്ലെ മെല്ലെ ഒഴിവാക്കാൻ ക്രൈസ്തവ സഭ തീരുമാനിച്ചത്. അത് നേരത്തെ പറഞ്ഞതുപോലെ സ്വത്തുക്കളിൽ, ക്രൈസ്തവ സഭയുടെ സ്വത്തുക്കളിൽ BJP നേതൃത്വം സംഘപരിവാർ കണ്ണുവെച്ചതോടുകൂടിയാണ്. അതുകൊണ്ട് കോൺഗ്രസിനോട് അടുക്കാനുള്ള ചർച്ചകൾ സഭയ്ക്കകത്ത് നടക്കുന്നു എന്നർത്ഥം. ആ ചർച്ചകൾക്ക് പിന്തുണ നൽകുന്ന രൂപത്തിൽ ക്രൈസ്തവ സഭയെ കോൺഗ്രസിനോട് അടുപ്പിക്കാൻ
ക്രൈസ്തവ മത വിഭാഗത്തിൽ നിന്ന് ഒരാൾ KPCC പ്രസിഡന്റ് ആകണം. ഇതാണ് ഇപ്പോഴത്തെ ഹൈക്കമാൻഡിന്റെ ചിന്ത. അങ്ങനെയാണെങ്കിൽ ആന്റണിയോ അതല്ലെങ്കിൽ ബെന്നി ബെഹനാനോ KPCC പ്രസിഡന്റ് ആകും എന്നാണ് ഇപ്പോഴത്തെ വിവരം. ഈ രണ്ടുപേരിലേക്കാണ് ഇപ്പോൾ ചർച്ച എത്തി നിൽക്കുന്നത്. എന്തായാലും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറും. കെ സുധാകരൻ KPCC പ്രസിഡന്റായി വരുന്ന ഒരു സാഹചര്യം കൂടി നാം ചിന്തിക്കണം. എന്തിനാണ് KPCC പ്രസിഡന്റായി കെ സുധാകരനെ കൊണ്ടുവന്നത്? കണ്ണൂരിൽ നിന്ന് വന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാൻ കണ്ണൂരിൽ നിന്ന് ഒരു സിംഹത്തെ കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് അന്ന് കെ സുധാകരനെ അനുകൂലിക്കുന്നവരും കോൺഗ്രസ് നേതാക്കളും പാടി പുകഴ്ത്തിയത്. ആ സിംഹമിത വെറും എലിയായി തിരിച്ച് കണ്ണൂരിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകുന്നു എന്ന്. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഇതാണ് ഇപ്പോൾ കെ സുധാകരന്റെ അവസ്ഥ. കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ കെ സുധാകരനെ മാറ്റിയിട്ട് മാത്രമേ കേരളത്തിലെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കെ സുധാകരൻ KPCC ഓഫീസിൽ നിന്ന് പുറത്തേക്ക്, അകത്തേക്ക് ആര്? ബെന്നി ബെഹനാനോ അതല്ല ആന്റണിയോ? ഇത് സംബന്ധിച്ചാണ് AICC നേതൃത്വം ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാൻ പോകുന്നത്. 2-3 ദിവസത്തിന് അകം തന്നെ കൃത്യമായ വിവരം പുറത്തുവരും. അത് കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന വലിയ പൊട്ടിത്തെറി എന്തായിരിക്കും എന്നതേ അറിയാനുള്ളൂ. KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി കാത്തിരുന്ന് കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും, എങ്ങനെ പ്രതികരിക്കും എന്നതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവിയെ തന്നെ നിശ്ചയിക്കുന്നത്.